उठ प्रकाशमान हो, तेरा प्रकाश आ गया है। എണീറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം उठ വന്നിരിക്കുന്നു. प्रकाशमान हो, तेरा प्रकाश आ गया है। എണീറ്റ് പ്രകാശിക്കുക, നിന്റെ यीशु പ്രകാശം मसीह ने उस വന്നിരിക്കുന്നു. लकवे से पीड़ित व्यक्ति को कहा कि उठ, अपनी खाट उठाकर चल फिर। യേശു ആ പാരലൈസ്ഡ് ആയ വ്യക്തിയോട് പറഞ്ഞു, नहम्याह ने लोगों से कहा कि उठो और अपनी शहर पनाह को बनाओ। നെഹമ്യായോട് പറഞ്ഞു, എണീറ്റ് നിന്റെ ആലയം പണിയുക. परमेश्वर ने अपने चेलों से कहा उठो और प्रार्थना करो। കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എണീറ്റ് പ്രാർത്ഥിക്കുക. परमेश्वर ने यहोशू से कहा उठ, उस देश को काबू करने के लिए अभी और देर मत कर जो प्रभु ने तुझे दिया है। കർത്താവ് യഹോശുവോട് പറഞ്ഞു, എണീക്കുക, നിന്റെ രാജ്യത്തെ പിടിച്ചെടുക്കുവാൻ ഇനി സമയം കളയരുത്. ദൈവം തന്ന രാജ്യത്തെ നീ പിടിച്ചെടുക്കുക. उठ, प्रकाशमान हो, तेरा प्रकाश आ गया है। എണീറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. अब अपने कार्यों के लिए आलस मत करो। നിങ്ങളുടെ കാര്യത്തിനോട് നിങ്ങൾ ആലസ്യമാകരുത്. प्रभु आपको आशीष करे। കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. शुरुआत में ही मैं पास्टर का धन्यवाद करना चाहता हूँ। ആരംഭത്തിൽ തന്നെ ഞാൻ പാസ്റ്റേഴ്സ് നന്ദി പറയുകയാണ്. मेरे लिए बहुत आशीषित दिन थे ये 3 दिन। എനിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു ഈ 3 ദിവസം. आपके साथ परमेश्वर का वचन बांटना, परमेश्वर के वचन में से सुनना, परमेश्वर मुझसे व्यक्तिगत बात करना, परमेश्वर से पाकर आप तक बांटना, ये सब कुछ मेरे लिए एक अच्छा अनुभव था। കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, കർത്താവിൽ നിന്ന് പ്രാപിച്ച് അത് നിങ്ങൾക്ക് തരിക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു കാരണമായിരുന്നു. पास्टर जी, आपको और आपकी कलीसिया को प्रभु बहुत बहुत आशीष करे। പാസ്റ്റർ സഭയെയും പാസ്റ്ററെയും കുടുംബത്തെയൊക്കെ ദൈവം हम आपके അനുഗ്രഹിക്കുമാറാകട്ടെ. लिए प्रतिरोज प्रार्थना करते हैं। ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. हम आपके लिए प्रार्थना करते रहेंगे। ഞങ്ങൾ ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. परमेश्वर के अच्छे वचन से हम सुन रहे थे। ദൈവത്തെ നല്ല വചനം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു. मुझे याद आ रहा था कि इस समय हम लोनावाला में हैं। എനിക്ക് പിന്നെ ഓർമ്മ വന്ന് നാം ഈ സമയം ഇപ്പോൾ ലോനാവലയിലാണ്. एक बार यीशु मसीह अपने 3 चेलों को लेकर पहाड़ में चला गया। ഒരിക്കൽ യേശു 3 ശിഷ്യന്മാരെ എടുത്ത് പർവ്വതത്തിൽ കയറി. माउंट ऑफ ट्रांसफिगरेशन, रूपांतर की पहाड़ में लेके चला। രൂപാന്തരത്തിന്റെ ഒരു മൗണ്ടനിൽ കയറി. रूपांतर के पहाड़ में लेके चला गया। രൂപാന്തരത്തിന്റെ वहां पे പർവ്വതത്തിൽ जाने के बाद കൊണ്ടുപോയി. वहां का माहौल बहुत अच्छा था। അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അന്തരീക്ഷം हो നല്ലതായിരുന്നു. सकता है कि ऐसा माहौल था वहां पर। ചിലപ്പോൾ അവിടെ ഇങ്ങനത്തെ അന്തരീക്ഷമായിരിക്കാം. आप भी मुंबई से लोनावाला में पहाड़ में आ गए हो। നിങ്ങൾ മുമ്പിൽ നിന്ന് ഒരു പർവ്വതത്തിൽ കയറി വന്നിരിക്കുകയാണ്. होने के बाद उन्होंने देखा मूसा और एलिया यीशु से बात कर रहे हैं। അവിടെ ചെന്നപ്പോൾ കണ്ടു മോശയും ഏലിയയും യേശുവിനോട് സംസാരിക്കുന്നു. पतरस एक्साइटेड हो गया പത്രസ് എക്സൈറ്റഡ് ആയി. और उसके बाद बोला कि यहीं रहे, എന്നിട്ട് ചോദിച്ചു, ഇവിടെ തന്നെ നമുക്ക് താമസിച്ചാലോ? वापस नहीं जाएंगे, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട. यहीं रहेंगे तो अच्छा है। यहाँ पर आत्मिक माहौल है, यहाँ पर आराधना है, यहाँ पर वचन है, यहाँ पे ताली बजाना है, यहाँ पे कैंप फायर है, यहीं पे रहें क्या? ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്, ഇവിടെ പാട്ടുണ്ട്, ആരാധനയുണ്ട്, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് പാർക്കാം, തിരിച്ച് വീട്ടിൽ प्रभु ने പോകണ്ട. कहा कि नहीं, यहाँ से उठो, और उस स्वर्ग ने बोला कि इसकी सुनो और नीचे जाओ। ദൈവം പറഞ്ഞു, അവിടെ എണീക്കുക. സ്വർഗം പറഞ്ഞു, അവൻ പറഞ്ഞത് കേൾക്കുക, താഴോട്ട് ചെല്ലുക. मैं आपसे अभी कुछ जो बोलने जा रहा हूँ उसको बहुत ध्यान से सुनना। ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. यहाँ पर जो पहाड़ में थे उनका जो एक्सपीरियंस था वो बहुत अलग था। ഇവിടുത്തെ പർവ്വതത്തിന്റെ എക്സ്പീരിയൻസ് അത് വേറെയായിരുന്നു. यहाँ पर खुशी से भरा हुआ माहौल था। ഇവിടെ സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു यहाँ पर कोई അന്തരീക്ഷമായിരുന്നു. टोका-टोकी नहीं था। ഇവിടെ ഒരു വഴക്ക് പറച്ചിൽ ഒന്നുമില്ലായിരുന്നു. यहाँ पर कोई एक दूसरे से लड़ाई नहीं कर ഇവിടെ रहा था। വഴക്കോ അടിയോ यहाँ पे ഒന്നുമില്ലായിരുന്നു. पड़ोसी का कोई परेशानी नहीं ഇവിടെ था। അയൽവക്കക്കാരുടെ ഒരു പ്രശ്നങ്ങളും यहाँ पर ഇല്ലായിരുന്നു. अपने ऑफिस का कोई प्रेशर नहीं ഇവിടെ था। ഓഫീസിന്റെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. यहाँ पर कोई आपको ताने नहीं मार रहे थे। ഇവിടെ ആരും നിങ്ങളെ വന്ന് ഒന്നും लेकिन जैसे പറയുന്നില്ലായിരുന്നു. पहाड़ से नीचे उतर कर आए, പക്ഷേ പർവ്വതത്തിന് താഴെ ഇറങ്ങി വന്നതിന് देखा तो लोग ശേഷം बहस कर रहे हैं, ഇതൊക്കെ നോക്കി ആൾക്കാർ चेलों के വഴക്കുണ്ടാക്കുകയാണ്. साथ बहस कर रहे हैं। ശിഷ്യന്മാരോട് വഴക്കുണ്ടാക്കുകയാണ്. इतना ऊपर से आराधना कर कर नीचे लौटे हुए लोग आकर जो देख रहे हैं वो बहस होता हुआ देख रहे ഇത്രയും हैं। മുകളിൽ നിന്ന് ആരാധന കണ്ട് മഹത്വം കണ്ട് ഇറങ്ങി കാണുന്നത് ഇവിടെ വഴക്കുണ്ടാക്കുകയാണ്. उसके बाद जो हुआ वो मैं बता, उसको लेकर मैं आगे का समय नहीं लेना चाहता, അത് പറഞ്ഞ് മുമ്പോട്ട് ഞാൻ സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. लेकिन मैं एक बात आपको बताना പക്ഷെ चाहता ഒരു हूँ। കാര്യം എനിക്ക് പറഞ്ഞു തരാൻ आप यहाँ पर आए ആഗ്രഹിക്കുന്നു. हो तो खुश हो, നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണ്. जाने के बाद आपकी वही बहू आपके साथ होगी, നിങ്ങൾ പോയതിനു ശേഷം അതേ മരുമകളായി जाने के बाद वही सास आपके साथ होगी, ഇവിടുന്ന് പോയിട്ട് അതേ അമ്മായി അമ്മ जाने के बाद वही पति आपके साथ അതേ होगा, ഭർത്താവായിരിക്കും നിങ്ങൾ കൂടെ जाने के കാണും. बाद वही कलीग्स आपके साथ होंगे, ഇവിടുന്ന് പോയതിനു ശേഷം അതേ जाने के बाद वही കൂട്ടുകാർ नौकरी आपके साथ होगा। അതേ ജോലി നിങ്ങൾ കൂടെ हो सकता है कि वही बहस वहां पर होगा, അതേ സെയിം പ്രശ്നം लेकिन आगे वहां पर लिख के रखा है कि अगर तू विश्वास करेगी तो परमेश्वर के महिमा को देखेगा। പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം जो കാണും. कुछ तूने पहाड़ में देखा है उसी के आधार में अगर तू विश्वास करेगा तो परमेश्वर के महिमा को देखेगा। നീ പർവ്വതത്തിൽ കണ്ടതനുസരിച്ച് നീ വിശ്വസിക്കുവാണെങ്കിൽ हालेलुया, അത് ദൈവത്തിന്റെ हालेलुया, മഹത്വം हालेलुया। കാണും. वहां पर आने के बाद जब परमेश्वर ने बोला कि तुम बहस क्यों कर रहे हो, അവിടുത്തെ വന്നതിന് ശേഷം കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? कुछ लोगों ने कहा कि हम एक व्यक्ति को तुम्हारे पास लेकर आए थे, तुम्हारे चेले उसको ठीक नहीं कर पाए। ഒരു വ്യക്തി വന്ന് പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ട് एक बहस किसी अवस्था है वहां पर। ശിഷ്യരടുത്ത് അവർക്ക് സുഖമാക്കാൻ സംഭവിച്ചില്ല. അവിടെ ഒരു തർക്കം നടക്കുകയാണ്.
परमेश्वर ने कहा कि मैं कब तक तुम्हारे साथ रहूंगा। യേശു ചോദിച്ചു ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും? उसके बाद उसके पिता को बुलाया അതിനുശേഷം അവന്റെ പിതാവിനെ വിളിച്ചു. और बोला, उसको वो पिता उसकी बहुत सारी बातें बताने लगा, तो बोला कि इसकी इतनी अवस्था कब से है। ചോദിച്ചു എത്ര നാൾ കൊണ്ടാണ് ഈ അസുഖമുള്ളത്? और उसके पिता ने कहा कि मैं तेरे दासों के पास, चेलों के पास आया था, वो इसको निकाल नहीं सके, अगर तू कुछ कर सकता है तो कर ले। പിതാവ് പറയാനിടയായി, ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് അതിന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവർക്കൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല, പക്ഷെ നിനക്ക് എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമെങ്കിൽ നീ ചെയ്യുക. Exactly that word, എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ, कुछ कर सके just तो, temporary relief. എന്തെങ്കിലും ചെയ്യുവാൻ പറ്റുവാണെങ്കിൽ. परमेश्वर गुस्से हो गए, യേശുവിന് ദേഷ്യം വന്നു. बोला कि कुछ ऐसी कौन सी बात है, ഇതെന്ത് കാര്യമാ? എന്തെങ്കിലും विश्वास करने वाले के लिए सब कुछ हो सकता है। വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എല്ലാം സംഭവിക്കും. आप यहाँ पर बैठकर प्रार्थना कर रहे हो कि प्रभु यीशु मेरे घर के लिए कुछ करो, नहीं, विश्वास करने वाले के लिए सब कुछ हो सकता है। ആമേൻ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥന കർത്താവ് എന്തെങ്കിലും ചെയ്യണമേ എന്നല്ല, പക്ഷെ വിശ്വസിക്കുന്ന വേണ്ടി കർത്താവ് സകലതും ചെയ്തു मेरी തരും. प्रार्थना ये है कि परमेश्वर, जब आप वहां पर पहुंचने से पहले परमेश्वर कुछ कार्यों को वहां पर दुरुस्त करने पाए। എന്റെ പ്രാർത്ഥന നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളെ ദൈവം അവിടുന്ന് മാറ്റുവാൻ ഇടയാകട്ടെ. परिवार के अंदर पहले से अधिक प्रेम, കുടുംബങ്ങളുടെ ഉള്ളിൽ ആദ്യത്തെക്കാലം ഉപരിയായ कलीसिया के अंदर पहले से अधिक सामर्थ, സഭയ്ക്ക് ഉള്ളിൽ ആദ്യത്തെക്കാലം ശക്തി കൂടുതൽ, हमारे बीच में अधिक एक दूसरे के साथ भाईचारा, നമ്മുടെ ഇടയ്ക്ക് ഭയങ്കര ഒരു സ്നേഹം. ऐसा होने के लिए यीशु के नाम में हम प्रार्थना करते അങ്ങനെ हैं। സംഭവിക്കുന്നതിന് യേശുവിന്റെ നാമത്തിൽ अगर പ്രാർത്ഥിക്കുകയാണ്. आप भी ऐसा चाहते हैं और आप भी ऐसी प्रार्थना कर रहे हैं, ताली बजा के परमेश्वर का धन्यवाद करें और आमीन बोल के स्वीकार करें। കരങ്ങളെ കൊട്ടിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. मेरे पास शेष बहुत कम बचा है, शेष समय बहुत कम बचा है। സമയം വളരെ കുറവാണ്. मैं चाहता हूं कि आप मेरे साथ बहुत जल्दी मरकुस सुसमाचार उसका 8वां अध्याय उसका 22वां वाक्य निकालेंगे। മർക്കോസ് സുവിശേഷം 8:22. मरकुस सुसमाचार उसका 8 अध्याय उसका 22 से लेकर 22-23 जरा पढ़ेंगे। वे बेतसैदा में, ध्यान से सुनिएगा, ध्यान से सुनिएगा, मेरे को बार बार रिपीट करने का जरूरत ना पड़े, इसलिए आप बहुत ध्यान से सुनिएगा। वे बेतसैदा में आए तो लोग एक अंधे को परमेश्वर के पास लेकर आए और उससे विनती की कि परमेश्वर इसे छू, तो परमेश्वर ने उसके हाथ को पकड़कर उसे गांव के बाहर लेकर चला गया। बाहर जाने के बाद परमेश्वर ने उसके आंख में हाथ रखा, उनको थूका और उसके आंख में हाथ रखे बोला, क्या तुझे कुछ दिखता है? उसने कहा कि हाँ, मुझे इंसान चलते हुए पेड़ों के समान दिखते हैं। परमेश्वर ने एक और बार उसके आंखों को छुआ और वो पूरी रीति से सब कुछ देखने लगा। आमीन बोलिए यीशु मसीह की। यही लिखा है ना वहां पर, यही लिखा है ना वहां पर, राइट। आपको याद रखने के लिए मैं इस संदेश को एक नाम देना चाहता हूं। നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഞാൻ ഈ മെസ്സേജിന് ഒരു പേര് കൊടുക്കാൻ आप मेरे ആഗ്രഹിക്കുകയാണ്. साथ बोलो, अंधी दुनिया। इतना नहीं चलेगा, जोर से बोलो, अंधी दुनिया, അന്ധമായ ലോകം, धुंधली कलीसिया, മങ്ങിക്കത്തുന്ന ब्लर धुंधली कलीसिया, മങ്ങിക്കത്തുന്ന സഭ, एक प्रकाशमान दिन। ഒരു പ്രകാശമാനായ अंधी ദിവസം. दुनिया, मैंने ऐसे अंधी दुनिया क्यों कहा मालूम? उसके सीधा आगे वाले भागों में पढ़ो, वहां पर लिखा है कि यीशु मसीह अब उसको चंगाई देकर वहां से जा रहा है। तब यीशु मसीह अपने चेलों को देख के बोलता है कि लोग मेरे बारे में क्या कहते हैं। അവിടെ അന്ധമായ ദുനിയ എന്ന് പറയാൻ കാരണം അവിടെ യേശു കർത്താവ് സൗഖ്യം കൊടുത്ത് നടന്നു പോയതിനു ശേഷം യേശു തിരിഞ്ഞ് അവരോട് ചോദിച്ചു, ഈ ലോകം എന്നെ പറ്റി എന്ത് പറയുന്നു? तो लोगों ने बोला कि कोई तेरे को यूहन्ना बपतिस्मा देने वाला, कोई तेरे को दूसरा प्रॉफिट, कोई तेरे को एलिया बोलता है। ആരൊക്കെ നിന്നെ ഏലിയ എന്ന് പറയും, ചിലർ നിന്നെ പ്രവാചകൻ എന്ന് പറയും. इसका मतलब लोगों को सिर्फ चंगाई से लेना देना है, यीशु कौन है उससे कोई लेना देना नहीं है। അതിന്റെ അർത്ഥം മനുഷ്യർക്ക് സൗഖ്യം മാത്രം മതി, യേശു ആരാ എന്നുള്ളത് അവർക്ക് ഒരു വിഷയമല്ല. कई बार हमारे जीवन में भी ऐसा होता है, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ हमको हमारे സംഭവിക്കാറുണ്ട്. चंगाई से वास्ता है, यीशु से कोई वास्ता नहीं നമുക്ക് है। നമ്മുടെ സൗഖ്യം മാത്രം മതി, യേശു लेकिन ആരാ आज की എന്ന് सुबह मैं आपको ഒന്നും पूछ रहा हूं कि आपके लिए यीशु कौन പക്ഷെ है। ഞാനിപ്പോ ചോദ്യം ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ആരാകുന്നു? कहीं ऐसा तो नहीं है कि आप अंधी दुनिया के साथ हो। നിങ്ങളും അന്ധമായ ലോകത്തിന്റെ കൂടെ അല്ലല്ലോ. इस अंधे को तो परमेश्वर ने चंगाई दे दिया, ഈ അന്ധന് കർത്താവ് സൗഖ്യം കൊടുത്തു, लेकिन अंधे को चंगाई देने का तरीका था। പക്ഷെ ഈ അന്ധന് സൗഖ്യം കൊടുക്കുന്ന ഒരു രീതി इस ഉണ്ടായിരുന്നു. बार उसने क्या किया कि अंधे को वो शहर के बाहर लेकर चला गया। ഈ പ്രാവശ്യം എന്ത് ചെയ്തു? അവൻ അന്ധനെ പിടിച്ച് ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. परमेश्वर का काम करने का तरीका बहुत अलग अलग है। കർത്താവിന്റെ ഓരോ പ്രവർത്തികൾ അത് വ്യത്യസ്ത രീതിയിലാണ്. परमेश्वर कई बार हमको ऐसे कंफ्यूजन में डाल देता है कि लोग बोलते हैं ये क्या हुआ। ചില സമയത്ത് കർത്താവ് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ആൾക്കാർ ചോദിക്കും, ഇതെന്താ സംഭവിച്ചത്? कई बार यीशु के पास आने से पहले लोगों को परमेश्वर
परमेश्वर ने चंगाई दे दिया। ചിലവർ യേശുവിന്റെ അടുക്കൽ വരുന്ന മുമ്പേ അവർക്ക് സൗഖ്യം കൊടുത്തു. किसी ने यीशु के पल्लू ये वस्त्र को छुआ और वो चंगे हो गए। ചിലർ യേശുവിന്റെ വസ്ത്രം തൊട്ടു അവർ സൗഖ്യമായി. लेकिन इस बार यीशु ने कहा कि नहीं देता चंगाई। ഇപ്പം യേശു പറഞ്ഞു ഇല്ല ഞാൻ ഇങ്ങനെ സൗഖ്യം തരുന്നില്ല. इसके पहले भी यीशु मसीह इस जगह से होकर गुजरा होगा। ഇതിനു മുമ്പും യേശു ഇതിൽ കൂടി നടന്നിട്ടുണ്ടായിരുന്നു. मुझे बोलने दो। इसके पहले भी यीशु मसीह इस जगह से होकर गुजरा ഇതിനു होगा। മുമ്പും യേശു ആ വഴി കൂടി इसके നടന്നിട്ടുണ്ടാകാം. पहले भी लोग किसी लोगों को यहाँ लेकर आए होंगे। ഇതിനു മുമ്പും ചിലരെ യേശുവിന്റെ മുമ്പിൽ इसके കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. पहले भी यीशु ने कई लोगों को चंगाई दिया होगा। ഇതിനു മുമ്പും യേശു അനേകർക്ക് സൗഖ്യം इस കൊടുത്തിട്ടുണ്ടായിരിക്കാം. बार भी लोग एक और व्यक्ति को चंगाई के लिए लेकर आए हैं। ഈ പ്രാവശ്യവും ആൾക്കാർ ഒരു വ്യക്തിനെ സൗഖ്യത്തിനായി लेकिन കൊണ്ടുവന്നിരിക്കുകയാണ്. यीशु ने बोला कि इस बार चंगाई नहीं देता। പക്ഷേ യേശു പറഞ്ഞു ഈ പ്രാവശ്യം സൗഖ്യം തരുന്നില്ല. तेरे तरीके से मैं चंगाई नहीं दूंगा। നിന്റെ അനുസരിച്ച് ഞാൻ സൗഖ്യം തരുന്നില്ല. जब तू बोले तो मैं दूं। നീ ചോദിക്കുമ്പോൾ ഞാൻ തരണോ? सबसे पहले मैंने कहा कि वहां पर बोला था कि हम तेरे लोगों के पास उसको लेकर आए थे कि तू चंगाई करे। तुम कौन हुए लेकर आने वाले? विनती करो। ആമേൻ ഹല്ലേലൂയ. उसका पिता അപേക്ഷിക്കുക. बाद में उसका पिता गिड़गिड़ा के प्रार्थना करने लगा कि हे प्रभु मैं विश्वास करता हूं लेकिन मेरे अविश्वास के ऊपर कार्य कर। मेरे को ये वाला बात में बोलना भूल गया था। मैं विश्वास करता हूं लेकिन मेरे अविश्वास के ऊपर कार्य कर। यहां पर आप विश्वास करते हैं, यहां पर हम प्रचार करते हैं ओ मोसेस पास्टर का परमेश्वर मेरा भी परमेश्वर, मोसेस पास्टर को परमेश्वर दिया मुझे भी देगा। यहां पर मैं विश्वास करता हूं लेकिन घर में जिस समय जाकर ताने पड़ते समय मेरा विश्वास अविश्वास में बदल जाता है। നമ്മൾ ഇവിടെ പ്രാപിക്കുന്ന ഈ വിശ്വാസം ഇവിടെ ഇറങ്ങിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം അവിശ്വാസമായി തീർന്നു പോകാൻ സാധ്യതയുണ്ട്. लेकिन होने दे कि आपके अविश्वास के ऊपर प्रभु कार्य करने पाए। പക്ഷേ നിങ്ങളുടെ അവിശ്വാസങ്ങളുടെ മുകളിലും കർത്താവ് होने दो പ്രവർത്തിക്കുമാറാകട്ടെ. कि आपकी छोटे विश्वास को प्रभु दृढ़ करने पाए। നിങ്ങളുടെ ചെറിയ ചെറിയ വിശ്വാസങ്ങളെ കർത്താവ് ഉറപ്പിക്കട്ടെ. होने दे कि आपका विश्वास इन दिनों में फल लेकर आने पाए। നിങ്ങളുടെ വിശ്വാസം ഈ ദിവസങ്ങളിൽ അത് ഫ്രൂട്ട്ഫുൾ ആയി മാറട്ടെ. होने दे कि आपकी छोटी विश्वास परमेश्वर में फलवंत होने पाए। നിങ്ങളുടെ ചെറിയ ചെറിയ വിശ്വാസങ്ങൾ ക്രിസ്തുയേശുവിൽ അത് ഫ്രൂട്ട്ഫുൾ ആകട്ടെ. यीशु मसीह ने उसके हाथ को पकड़ा। യേശു കർത്താവ് വ്യക്തി കരം പിടിച്ചു. मैंने प्रभु से पूछा कि प्रभु ऐसा क्यों? ഞാൻ കർത്താവിനോട് കർത്താവേ അതെന്താ അങ്ങനെ? मैं नहीं बोलूंगा कि ये दिस इज ओनली द रीजन, मे बी दिस इज वन ऑफ द रीजन। निकालेंगे मत्ती रचित सुसमाचार उसका 11 उसका 21 निकालेंगे। मत्ती रचित सुसमाचार 11 उसका 21। हाय खुराजिन है बेतसैदा, जितने सामर्थ के काम मैंने तुझ में किए अगर मैं वो सूर और सैदा में करता वो कब से टाट ओढ़ कर मन फिरा लिए होते। കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബത്സീദ നിനക്ക് ഹാ കഷ്ടം. നിങ്ങൾ നടന്ന വീര്യപ്രവൃത്തികൾ സോറിലും സീതോലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ റെട്ടിലും വെണ്ണീരിലും വന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. परमेश्वर अपनी कलीसिया से बोल रहा है कि तुमको चंगाई चाहिए लेकिन तुम मन नहीं फिराते। കർത്താവ് സഭയോട് പറയുക നിനക്ക് മാനസാന്തരപ്പെടണമോ സൗഖ്യം വേണമോ നീ മാനസാന്തരപ്പെടുക. आपको आशीष चाहिए लेकिन आप मन नहीं फिराते हैं। നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വേണം പക്ഷേ നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ വയ്യ. परमेश्वर बोल रहा है कि मुझे इस अंधे से परेशानी नहीं है, मैं इनकी आंखों को खोलूंगा, लेकिन मुझे इस अवस्था से इस मानसिकता से परेशानी है जो मन फिराना नहीं चाहती। യേശു കർത്താവ് പറഞ്ഞു എനിക്ക് അന്ധനെ കുറിച്ച് ഒരു വിഷയവുമില്ല, പക്ഷെ ആ അന്ധന്റെ അവസ്ഥയെ ഓർത്താണ് സങ്കടം. ആ അന്ധന് വിശ്വാസമില്ല, ആ അവസ്ഥയെ ഓർത്താണ് യേശു കർത്താവിന് സങ്കടം. यीशु के पास जो भी आया वो खाली हाथ नहीं गया। യേശുവിന്റെ അടുക്കൽ വന്ന ആരും വെറും കൈയോടെ പോയിട്ടില്ല. ये वाला अंधा भी खाली हाथ नहीं जाएगा। ഈ അന്ധനും വെറും കൈയോടെ പോകത്തില്ല. लेकिन परमेश्वर बोल रहा है इस बार तेरे को तेरी मानसिकता बदलनी पड़ेगी। പക്ഷെ ഈ പ്രാവശ്യം കർത്താവ് പറയുകയാണ് നിന്റെ മാനസിക അവസ്ഥയെ നീ മാറ്റിയേ പറ്റൂ. परमेश्वर के ग्रेस को ग्रांटेड में मत लो। കർത്താവിന്റെ കൃപയെ നീ അത് വെറുതെ എടുക്കരുത്. परमेश्वर के अनुग्रह को ग्रांटेड में मत लो। കർത്താവിന്റെ ഗ്രേസിനെ അത് വെറുതെ എടുക്കരുത്. क्या तू परमेश्वर की धीरज रूपी धन को तुच्छ जानता है? क्या ये नहीं जानता कि परमेश्वर की आत्मा तुझे मन फिराव के लिए अवसर दे रही है? യേശുവിന്റെ ആത്മാവിനെ നീ തുച്ഛിക്കരുത്. യേശുവിന്റെ ആത്മാവ് നിന്നെ മാനസാന്തരത്തിന് വേണ്ടി നയിക്കുകയാണ്. अभी इस अंधे व्यक्ति को पूछो, गवाही देने के लिए बोलो। ഇപ്പൊ ഈ അന്ധനോട് സാക്ഷ്യം പറയുവാൻ പറഞ്ഞു നോക്കുക. उसको गवाही देने के लिए ज्यादा कुछ नहीं है। അവന് സാക്ഷ്യം പറയാൻ അധികമൊന്നുമില്ല. उसको अभी तक उसका आंख नहीं खुला है, അവന്റെ കണ്ണ് തുറന്നിട്ടില്ല. अभी वो कुछ बोल नहीं सकता। അവനിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല. लेकिन आपको मालूम चंगाई देने से पहले परमेश्वर चाहता है कि तेरे साथ एक पर्सनल रिश्ते में वो आ जाए। ആമേൻ. കർത്താവ് ആഗ്രഹിക്കുന്നത് നിനക്ക് സൗഖ്യം തരുന്നതിന് മുൻപ് തന്നെ നീ കർത്താവുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരിക. वो चाहता है कि वो तेरे हाथ को पकड़े। അവൻ ആഗ്രഹിക്കുന്നു നാം കർത്താവിന്റെ കരം ഒന്ന് പിടിക്കുക. वो चाहता है कि वो तुझसे पूछे कि तेरा नाम क्या है। അവൻ ആഗ്രഹിക്കുക നാം ചോദിക്കുക യേശു കർത്താവേ നിന്റെ പേര് तू कहां से आया है? നീ എവിടുന്ന് വന്നതാ? तू कहां से गिर गया? നീ എവിടുന്ന് വന്നതാ? तेरे जीवन में क्या परेशानी हो നിന്റെ गई? ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? तेरे जीवन की ये अवस्था का पीछे कारण कौन നിന്റെ है? ജീവിതത്തിലെ ഈ അവസ്ഥയുടെ तुझे പിന്നിലെ क्या കാരണം लगता है कि क्या ആർക്കാണ്? हुआ? നിനക്ക് എന്തു പറ്റി? उसके बाद बाहर लेकर जाओ,
इससे गवाही पूछो। അതിനുശേഷം അവനെ പുറത്തു കൊണ്ടുപോയി അവനോട് സാക്ഷ്യം പറയാൻ वो പറയുക. बोलेगा कि मुझे ज्यादा कुछ देने के लिए नहीं है, लेकिन मेरा परमेश्वर ने मेरे हाथ को पकड़ लिया है। അവൻ പറയും എനിക്ക് അധികമൊന്നും പറയുവാനില്ല, പക്ഷെ എന്റെ കർത്താവ് എന്റെ കരം പിടിച്ചു. मैं आपको एक बात पूछना चाहता हूँ, ഞാൻ ഒരു കാര്യം ചോദിക്കുവാൻ मैं आपको ആഗ്രഹിക്കുന്നു. आश्वस्त करना चाहता हूँ, ഞാൻ നിങ്ങളൊരു കാര്യം मैं ചോദിക്കുവാൻ आपको प्रोत्साहित करना चाहता ഞാൻ हूँ, നിങ്ങളെ എൻകറേജ് ചെയ്യാൻ मैं आपको ആഗ്രഹിക്കുന്നു. उत्तेजित करना चाहता ഞാൻ हूँ। നിങ്ങളെ പ്രോത്സാഹനം ചെയ്യാൻ ये ആഗ്രഹിക്കുന്നു. पूछकर जब प्रभु ने तेरे हाथ को थाम तो लिया है, യേശു നിന്റെ കരം പിടിച്ചിട്ടുണ്ട്, लेकिन तेरी प्रार्थना सुनी नहीं गई है। പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. क्या तू परमेश्वर पे भरोसा रखेगा? നീ ഇനിയും യേശുവിൽ ഭരോസ വെക്കുമോ, വിശ്വസിക്കുമോ? मैं यीशु के पास जिसलिए आया था वो अभी तक पूरा नहीं हुआ, ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നത് എന്തിനായിരുന്നു, അത് ഇതുവരെ നിവർത്തീകരിച്ചില്ല. लेकिन एक बात मुझे मालूम है कि मेरे हाथ को यीशु ने थाम लिया। ആമേൻ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എന്റെ കരം യേശു പിടിച്ചു. ये हाथ उसने छोड़ने के लिए नहीं थामा, ये हाथ आमेन, उसने मेरे को आमेन, परिपूर्णता में हालेलुया. लेकर आने के लिए थामा ഈ है। കരം അവൻ വിട്ടുകളയുവാൻ വേണ്ടി അല്ല പിടിച്ചത്, അതിന്റെ പരിപൂർണതയിൽ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടിയാണ് പിടിച്ചത്. परमेश्वर का समय है प्रियो, ഇത് ദൈവത്തിന്റെ സമയമാകുന്നു. परमेश्वर का समय है, ഇത് ദൈവത്തിന്റെ मेरे സമയമാകുന്നു. परमेश्वर का अपना एक समय है। ദൈവത്തിന്റേതായ मेरे ഒരു परमेश्वर को സമയമുണ്ട്. काम करने का तरीका अलग है। എന്റെ ദൈവത്തിന് പ്രവർത്തിക്കുന്ന രീതി तू വേറെയാണ്. अपनी समझ का सहारा मत ले, നീ നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കരുത്. तू संपूर्ण मन से परमेश्वर पे भरोसा रख। നീ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ तेरी आंखों को ആശ്രയിക്കുക. खोलेगा। എന്നാൽ നിന്റെ കണ്ണുകളെ അവൻ തുറക്കും. एफदा, खुल जा। എഫ്ഫത, തുറന്നു വരട്ടെ. കരവശേഖരി കരവ. റിബവരവശേഖരോ ഖോരവശേഖരെ. റിഖവരവശവൽഖമനവരവ. റിബവരവശധോരോ ഖോരവ. उसके आंखों को छुआ। അവന്റെ കണ്ണിനെ തൊട്ടു. क्या प्रभु को अपने आप में शक था? കർത്താവിന്റെ മേൽ തന്നെ സംശയമുണ്ടായിരുന്നോ? प्रभु ने उससे पूछा कि तुझे क्या दिखता है? കർത്താവ് ചോദിച്ചു, നിനക്ക് എന്താ കാണുന്നത്? उसने बोला कि मुझे इंसान चलते हुए पेड़ों के समान दिखते हैं। അവൻ പറയുവാണ്, എനിക്ക് മനുഷ്യന്മാരെ മരങ്ങളെ പോലെ കാണുകയാണ്. कभी पेड़ चलते हैं क्या? മരങ്ങൾ നടക്കാറുണ്ടോ? लेकिन उसने क्या कहा? പക്ഷെ അവൻ എന്തു പറഞ്ഞു? मुझे इंसान चलते हुए पेड़ों के समान दिखते हैं, എനിക്ക് മനുഷ്യർ നടക്കുന്നത് മരങ്ങളെ പോലെ കാണുകയാണ്. क्योंकि आज तक उसने कभी देखा ही नहीं था। കാരണം അവൻ ഇന്നുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. इसलिए मैंने कहा कि कलीसिया धुंधली हो गई है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭ മങ്ങിപ്പോയിരിക്കുന്നു. कलीसिया को कहने के लिए बहुत लंबी गवाही है। സഭയ്ക്ക് പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. मेरे यीशु ने मेरे हाथ को पकड़ा, യേശു എന്റെ വലം കൈ പിടിച്ചു, मुझसे बात किया, എന്നോട് സംസാരിച്ചു, मुझे शहर के बाहर लेकर गया, എന്റെ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, मेरे आंखों को छुआ। എന്റെ കണ്ണിനെ തൊട്ടു. क्या फर्क पड़ता है? क्या तुझको दिखता है? പക്ഷെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? क्योंकि आप यीशु के पास आए थे देखने के लिए। നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നത് കാണുവാൻ വേണ്ടിയായിരുന്നു. आपकी बहुत लंबी गवाही हो सकती है, നിങ്ങൾക്ക് വലിയ നീണ്ട സാക്ഷ്യം ഉണ്ടായിരിക്കാം. लेकिन अगर आपको सब कुछ दिखाई नहीं देता, अभी भी आपको परमेश्वर के स्पर्श की जरूरत है। ഇപ്പോഴും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യേശുവിന്റെ എൻകൗണ്ടറിന്റെ ആവശ്യമുണ്ട്. कई बार हम परमेश्वर के उस एक छोटे स्पर्श को देख के कंटेंट हो जाते हैं। നാം ചില സമയത്ത് യേശുവിന്റെ ചെറിയ ഒരു സ്പർശനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൃപ്തരായി പോകും. कई बार हमको लगता है कि पहले बिल्कुल भी नहीं दिखता था, अभी थोड़ा थोड़ा दिखता है तो चलेगा। നമുക്ക് തോന്നും ആദ്യം ഒട്ടും കാണത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പം അല്പം അല്പം കാണാം तो चलेगा. वो आया जीवन देने और बहुतायत की जीवन देने। അവൻ ജീവൻ തരുവാൻ വന്നവനാണ്, അതും സമൃദ്ധിയുടെ ജീവിതം. परमेश्वर आपको मात्र आशीष का अंश दिखाना नहीं चाहता, ये सारी आशीषें आप ही के लिए हैं। കർത്താവ് അനുഗ്രഹത്തിന് ചെറിയ ഒരു ഭാഗം മാത്രം കാണിക്കുവാനല്ല, കർത്താവിന്റെ സകല അനുഗ്രഹങ്ങളും അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. बाइबल में जितने भी चंगाइयां प्रभु ने की ना, ബൈബിളിൽ എത്രയൊക്കെ സൗഖ്യം ദൈവം കൊടുത്തിട്ടുണ്ടോ, परमेश्वर ने उसके बाद बोला कि जा, तेरे विश्वास ने तुझे चंगा किया है। കർത്താവ് പറഞ്ഞു നിന്റെ വിശ്വാസം നിനക്ക് സൗഖ്യം തന്നു. लेकिन ये चंगाई विश्वास के द्वारा नहीं मिला, പക്ഷെ ഈ വിടുതൽ വിശ്വാസം കാരണം ലഭിച്ചതല്ല. ये चंगाई सच बोलने के द्वारा मिला। ഈ വിടുതൽ സത്യം പറഞ്ഞതുകൊണ്ട് ലഭിച്ചു. उसने बताया कि उसको क्या दिखाई दे रहा അവൻ है। സത്യം പറഞ്ഞു, അവൻ എന്തുവാ കാണുന്നത് എന്ന്. मेरे को सुनने वाले परमेश्वर के प्रियजन, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, जब आप सच बोलते हो तो दूसरों के लिए वो नॉनसेंस बन जाता है। നിങ്ങൾ സത്യം പറയുമ്പോൾ
പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു നോൺസെൻസ് ആയി हो सकता है തോന്നാം. कि इस समय आप जब खड़े होकर बोलेंगे कि मेरे को मेरा पारिवारिक जीवन सब कुछ अच्छा नहीं दिखाई दे रहा, दूसरे लोग शायद आपको देखकर हंसेंगे. നിങ്ങൾ ചിലപ്പോൾ എണീറ്റ് നിന്ന് സത്യം പറയുക, എനിക്ക് എന്റെ കുടുംബജീവിതം നന്നായി പോകുന്നതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ നോക്കി ചിരിച്ചു എന്ന് വരാം. अगर आप सच बोलेंगे कि मेरी लड़की का मार्ग मुझे सही दिखाई नहीं दे रहा, हो सकता है कि लोग आपको न्याय करेंगे. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വഴി ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വന്ന് നിങ്ങൾക്ക് ചിലപ്പം കളിയാക്കിയേക്കാം. हो सकता है कि जब आप सच बोलेंगे कि मेरे करियर में मुझे कोई सिक्योरिटी दिखाई नहीं दे रहा, लोग आप पे हंस सकते हैं. നിങ്ങൾ പറയുക നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ നോക്കി ചിരിച്ചേക്കാം. लेकिन आज की सुबह प्रभु तुझसे पूछता है कि तुझे क्या दिखाई देता है. പക്ഷേ ഇന്ന് ഈ പകൽ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? मुंह खोल के बोल कि तुझे क्या दिखाई देता है. സത്യമായിട്ട് വാ തുറന്ന് പറയുക, നിങ്ങൾക്ക് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? जब उसने सच बोला, അവൻ സത്യം പറഞ്ഞപ്പോൾ उसने उसको एक और बार छुआ. അവൻ അവനെ ഒരു വട്ടം കൂടി You തൊട്ടു. need one more touch. ഒരു Hallelujah. touch കൂടി You need one ആവശ്യമുണ്ട്. more touch. आपको एक और Hallelujah. You encounter need की one जरूरत- more touch. आपको एक और स्पर्शन की जरूरत है. तुझे एक और स्पर्श की जरूरत है. നിങ്ങൾക്ക് ഒരു ടച്ചിനും കൂടി ആവശ്യമുണ്ട്. नामान नामान कितनी बार तेरे को डूबने के लिए कहा? നാമാൻ നിന്നോട് എത്ര വട്ടമാണ് മുങ്ങാൻ പറഞ്ഞത്? 7 बार डूबने के लिए 7 कहा. വട്ടം മുങ്ങാൻ പറഞ്ഞു. एक बार से कुछ हुआ क्या? ഒരു വട്ടം കൊണ്ട് സംഭവിച്ചോ? दूसरी बार में कुछ हुआ क्या? രണ്ടാം പ്രാവശ്യം എന്തെങ്കിലും तीसरी സംഭവിച്ചോ? बार कुछ हुआ क्या? മൂന്നാം പ്രാവശ്യം എന്തെങ്കിലും नामान സംഭവിച്ചോ? बोलेगा कि हर बार में डूबकर अपने आप को देख रहा था, लेकिन मेरे प्रार्थना का उत्तर नहीं मिला. നാഥാൻ പറയുന്നത് ഓരോ പ്രാവശ്യം മുങ്ങിയിട്ടും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നാമാൻ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് ലഭിച്ചില്ല. नामान, तूने कितनी बार अभी हो गया? നാമാനെ നീ ഇപ്പം എത്ര വട്ടം മുങ്ങി കഴിഞ്ഞു? 6 बार हो गया. 6 വട്ടം മുങ്ങി. मैं 7वीं बार डूबना नहीं चाहता. ഞാൻ 7ാം വട്ടം മുങ്ങാൻ लोग मुझ ആഗ്രഹിക്കുന്നില്ല. पे हंस रहे हैं. ആൾക്കാർ എന്നെ നോക്കി ചിരിക്കുകയാണ്. लोग मेरा बदनामी कर रहे हैं. ആൾക്കാർ എന്നെ നോക്കി അവർക്ക് എന്നെ लेकिन കുറ്റം सुनना പറയുകയാണ്. मान, सुनना मान. പക്ഷേ ആൾക്കാരുടെ വാക്ക് നീ एक और बार കേൾക്കരുത്. डूबेगा, तू ज्यों का त्यों हो जाएगा. നീ ഒരു വട്ടം കൂടി മുങ്ങി കഴിഞ്ഞാല് നിനക്ക് സൗഖ്യം. परमेश्वर का एक और स्पर्श अगर तुझे मिल जाए, കർത്താവിന്റെ ഒരു എൻകൗണ്ടർ നിനക്ക് तेरा കിട്ടിക്കഴിഞ്ഞാൽ जीवन बदल जाएगा बहन. നിന്റെ ജീവിതം तेरा മാറിപ്പോകും. जीवन बदल जाएगा भाई. നിന്റെ ജീവിതം तेरा जीवन മാറിപ്പോകും. बदल जाएगा बच्चा. നിന്റെ ജീവിതം മാറിപ്പോകും. Hallelujah. यीशु तू जो छू ले मुझको तो मैं आजाद हो जाऊं. यीशु तू जो छू ले मुझको तो मैं आबाद हो जाऊं. गुनाहों से भरा हुआ बोझ से दबा हुआ निगाहें तेरी ओर लगी हुई, फरियादें हैं तुझसे जुड़ी हुई. यीशु तू जो छू ले मुझको तो मैं आजाद हो जाऊं. यीशु तू जो छू ले मुझको तो मैं आबाद हो जाऊं. यीशु तू जो छू ले मुझको तो मैं आजाद हो जाऊं. यीशु तू जो छू ले मुझको तो मैं बेखौफ हो जाऊं. जो कुछ भी था मेरा सब कुछ खो रहा है. पल पल दिल ये मेरा निर्बल हो रहा है. जो कुछ भी था मेरा सब कुछ खो रहा है. पल पल दिल ये मेरा निर्बल हो रहा है. दुआएं तुझसे जो की है तकदीर है मेरी. एक बार फिर से मसीहा तेरे पास आ रहा हूं. यीशु तू जो छू ले मुझको तो मैं आजाद हो जाऊं. यीशु तू जो छू ले मुझको तो मैं आजाद हो जाऊं. यीशु तू जो छू ले मुझको तो मैं आजाद हो
जाऊं यीशु तुझे छू ले मुझको तो मैं आबाद हो जाऊं। उसके बाद मैं इसको समाप्त करने जा रहा हूं। ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുകയാണ്. यीशु ने कहा कि दोबारा से इस गांव में पांव मत रखना, യേശു പറഞ്ഞു ഈ അടുത്ത് ഇനി ഈ ദേശത്ത് കാല് വെക്കരുത്. दोबारा इस मानसिकता में मत आना, വീണ്ടും നീ ഈ മാനസികാവസ്ഥയിൽ വരരുത്. दोबारा से परमेश्वर के अनुग्रह को ग्रांटेड में मत लेना, വീണ്ടും ഇനി നീ കർത്താവിന്റെ അനുഗ്രഹത്തെ ഗ്രാന്റഡ് ആയി കാണരുത്. दोबारा से परमेश्वर के पास अंधेरे दुनिया के साथ मत आना। വീണ്ടും യേശുവിന്റെ അടുക്കൽ ഈ അന്ധമായ ലോകത്തിന്റെ കൂടെ വരരുത്. उठ प्रकाशमान हो, എണീച്ച് പ്രകാശിക്കുക. तेरा प्रकाश आ गया है, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ये तेरे लिए रास्ता खोलेगा ഇത് നിനക്ക് വേണ്ടി വഴി തുറക്കും. जो दुनिया बंद नहीं कर सकती। ലോകത്ത് അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ये तुझे अनुग्रह देगा ഇത് നിനക്ക് അനുഗ്രഹം തരും. जिसको कोई भी सामर्थ रोक नहीं सकता। ഒരു ശക്തിക്കും അതിനെ തടയാൻ मैं अपनी कलीसिया को बनाऊंगा, ഞാൻ എന്റെ സഭയെ പണിയും. अधोलोक के फाटक उसमें प्रबल नहीं होंगे। പാതാള ശക്തികൾ അതിനെ ജയിക്കുകയില്ല. വരബ ശേതരി ഖനവരബ റിവവരബ ശേതോരോ ഖോരബ. मैं समाप्त कर रहा हूं, ഞാൻ ഇവിടെ നിർത്താൻ പോകുകയാ. लेकिन मैं चाहता हूं कि जिसको एक और स्पर्श चाहिए, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ആർക്കാണ് ഒരു എൻകൗണ്ടറിന് കൂടെ ആവശ്യമുണ്ട്. आपके पारिवारिक जीवन में एक और स्पर्श, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു ടച്ചും കൂടി, आपके बच्चों में एक और स्पर्श, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മതിൽ ഒരു ടച്ചും बच्चों കൂടി, आपको एक और स्पर्श, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഒരു സ്പർശം आपके കൂടി, व्यवसाय में एक और स्पर्श। നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ടച്ച്. अगर आप यहाँ पर हैं तो खड़े हो जाओ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കുക. मैं आपके लिए प्रार्थना करने जा रहा ഞാൻ हूँ। നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. हालेलुया, हालेलुया, हालेलुया। यहाँ पर आपको मेरे हाथ की नहीं लेकिन सर्वशक्तिमान परमेश्वर के स्पर्श की जरूरत है। ഇവിടെ നിങ്ങൾക്ക് എന്റെ കരത്തിന്റെ അല്ല സർവശക്തിമാനായ ദൈവത്തിന്റെ കരങ്ങളുടെ ആവശ്യമാണ്. इससे अच्छा समय नहीं हो सकता कि आगे दोबारा से मैं आपको उस स्पर्श के लिए 30 सेकंड देने जा रहा हूं। ഇതിനേക്കാളും നല്ല ഒരു സമയം ഇനി ലഭിച്ചു എന്ന് വരത്തില്ല. ആ ഒരു എൻകൗണ്ടറിന് വേണ്ടി 30 സെക്കൻഡ് തരാൻ പോകുകയാ. परमेश्वर यहाँ आगे पीछे घूम रहा है, യേശു കർത്താവ് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. परमेश्वर तेरी दाहिनी ओर खड़ा है, യേശു നിന്റെ റൈറ്റ് സൈഡിൽ परमेश्वर നിൽപ്പുണ്ട്. तुझे सांत्वना दे रहा है, യേശു നിന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. परमेश्वर तुझसे पूछ रहा है कि तुझे क्या दिखता है। യേശു കർത്താവ് നിന്നോട് ചോദിക്കുക നീ എന്തുവാ वो एक और स्पर्श കാണുന്നത്? के लिए तैयारी में खड़ा ആ है। ഒരു ടച്ചിന് വേണ്ടി തയ്യാറായി मैं आपको 30 सेकंड നിൽക്കുകയാണ്. दे रहा हूं। ഞാൻ നിങ്ങൾക്ക് 30 സെക്കൻഡ് തരാം. अपने आवाज को उठा के बोलो कि आपको क्या दिखाई दे रहा है। अपनी आवाज को बुलंद करो, अपनी आवाज को बुलंद करके कहो कि आपको क्या दिखाई दे रहा है। जब आप कहोगे तो पवित्र आत्मा आपके जीवन में उतरेगा। നിങ്ങൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി मैं इस വരും. समय आत्मा में पूरा भरा हूं। ഞാൻ ഈ സമയം ആത്മാവിൽ നിറഞ്ഞു मुझे നിൽക്കുകയാണ്. मालूम है कि परमेश्वर कुछ तो करने को है, എനിക്കറിയാം പരിശുദ്ധാത്മാവിന് ഇവിടെ ചിലത് इसलिए ചെയ്യുവാനുണ്ട്. आपका 30 सेकंड शुरू होता है। आप परमेश्वर से पुकारना शुरू करें, अदरवाइज- आवाज उठा के पुकारे। Oh, we give you glory, Lord. We give you glory. We give you glory, Lord. परमेश्वर आशीष करो। एक और स्पर्श, 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 एक और स्पर्श। हालेलुया। सारा आदर, सारी महिमा तुझको मिले यीशु। सारा सारी महिमा तुझको मिले यीशु। अपने आवाज को उठा के सारा आदर, सारी महिमा तुझको मिले यीशु। नाम यीशु का ऊंचा, नाम यीशु का ऊंचा, नाम यीशु का ऊंचा, नाम यीशु। तेरे नाम में है, ओ
यीशु का we give you glory, we give you honor, we give you praises. Oh, नाम यीशु का ऊंचा, ये प्रार्थना हमारे उद्धारकर्ता जीवनदाता यीशु के नाम में मांगते हैं। कलीसिया मिलकर कहे आमीन। बोल यीशु मसीह की। आज से लगभग 2024 साल पहले मानव जाति का उद्धार करने के लिए यीशु मसीह इस दुनिया में आया, हमारे लिए जिया, हमारे लिए मारा गया, हमारे लिए गाड़ा गया, हमारे लिए उठा लिया गया, हमारे लिए मध्यस्थता करता है, हमें लेने के लिए वापस आएगा। ये सुसमाचार है। धन्य है वो जो उस पे भरोसा रखते हैं। आप मेरे लिए, मेरे परिवार के लिए, मेरे सेवकाई के लिए प्रार्थना करना। उम्र रहा तो दोबारा मिलेंगे, अगर उससे पहले परमेश्वर का आगमन हो जाए तो स्वर्ग में मिलेंगे। बोल यीशु मसीह की। थैंक यू पास्टर जी, थैंक यू सो मच।